അമേരിക്കയുമായി ഒപ്പുവെച്ച 14 ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കാതെ അടുത്തഘട്ട ചർച്ചകൾക്കില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ കാലിബാഫ്. രാജ്യത്തിന്റെ ആണവ അവകാശങ്ങളിലും പ്രധാന നയങ്ങളിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലബനനിലെ യുദ്ധം അവസാനിപ്പിക്കുക ഉൾപ്പെടെയുള്ള സുപ്രധാന വ്യവസ്ഥകൾ അമേരിക്ക നടപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചൊവ്വാഴ്ച ISNAക്ക് നൽകിയ ടെലിവിഷൻ അഭിമുഖത്തിലാണ് കാലിബാഫ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ പദ്ധതികൾ ആണവ നിർവ്യാപന കരാറിന്റെ പരിധിയിലുള്ളതാണെന്നും രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആണവ നിർവ്യാപന കരാറിലെ അംഗമെന്ന നിലയിൽ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാന്റെ അവകാശമാണ്. കരാറിലെ വ്യവസ്ഥകൾ രാജ്യം കൃത്യമായി പാലിക്കുന്നുണ്ട്. എന്നാൽ ആണവ അവകാശങ്ങളിലും രാജ്യത്തിന്റെ അടിസ്ഥാന നയങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല. ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അധികാരത്തിന്റെ ഭാഗമാണെന്നും അമേരിക്കയുടെ അതിക്രമങ്ങൾക്കെതിരെയുള്ള ഉറപ്പാണെന്നും കാലിബാഫ് വ്യക്തമാക്കി. രാജ്യാന്തര ഉറപ്പുകളുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്ത അദ്ദേഹം 2015 ആണവ കരാർ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ അംഗീകാരം ലഭിച്ചാൽ പോലും അത് നടപ്പാക്കുമെന്നതിന് യാതൊരു ഉറപ്പുമില്ലെന്നാണ് മുൻ അനുഭവങ്ങൾ തെളിയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുമായുള്ള ധാരണാപത്രത്തിലെ 1-ാം അനുച്ഛേദം അനുസരിച്ച് ലബനനിലെ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് വാഷിംഗ്ടൺ ഉറപ്പ് നൽകിയിട്ടുണ്ട്. സൈനിക നീക്കങ്ങൾ ഉണ്ടാകില്ലെന്നും ജനങ്ങൾക്ക് അവരുടെ മണ്ണിലേക്ക് മടങ്ങാമെന്നും ലബനന്റെ പരമാധികാരം സംരക്ഷിക്കപ്പെടുമെന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു വലിയ വിജയമാണെന്നും ഇത് പൂർണ്ണമായും നടപ്പാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇറാനെന്നും സ്പീക്കർ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും സമാനമായ സമീപനം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ചർച്ചകളിൽ നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ അവർ തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന് ഇറാൻ സജ്ജമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ധാരണാപത്രത്തിൽ ലബനനുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാൻ ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംയുക്ത സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 5 പ്രധാന വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പാക്കുന്നതുവരെ ചർച്ചകൾ തുടരും. ലബനൻ വിഷയത്തിനാണ് ഇറാൻ മുൻഗണന നൽകിയത്. അവിടെ ഇപ്പോൾ സാമാന്യം ശാന്തമായ അന്തരീക്ഷമുണ്ട്. ലബനൻ വിഷയം ഉൾപ്പെടെയുള്ള 5 വ്യവസ്ഥകൾ അന്തിമമായി നടപ്പാക്കാതെ ധാരണാപത്രത്തിലെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരാർ ഒപ്പുവെച്ചതിനു ശേഷം തെക്കൻ ലബനനിൽ ആക്രമണങ്ങൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഇപ്പോഴും ചില ഭാഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് കാലിബാഫ് കുറ്റപ്പെടുത്തി. സയനിസ്റ്റ് ഭരണകൂടം തെക്കൻ ലബനന്റെ ഒരു ഭാഗം കൈയടക്കിയതിനാൽ അവിടെ സൈനിക ഏറ്റുമുട്ടലുകൾ രൂക്ഷമായിരുന്നു. എന്നാൽ കരാറിന് ശേഷം ആക്രമണങ്ങൾ കുറഞ്ഞു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലബനനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ശ്രമിക്കുന്നതായി കാലിബാഫ് ആരോപിച്ചു. ഇത് ധാരണാപത്രത്തിന് വിരുദ്ധമാണ്. എബ്രഹാം പദ്ധതി പിന്തുടരാനും സയനിസ്റ്റ് ഭരണകൂടവുമായി ലബനന്റെ ബന്ധം സാധാരണ നിലയിലാക്കാനുമാണ് റൂബിയോ ശ്രമിക്കുന്നത്. എന്നാൽ ലബനന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതാണ് ഇറാന്റെ ധാരണാപത്രമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം എല്ലാ മുന്നണികളിലെയും യുദ്ധം അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്ക് ഘട്ടം ഘട്ടമായി തുറക്കുക, എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക, വിഭവങ്ങൾ സ്വതന്ത്രമാക്കുക തുടങ്ങിയ സുപ്രധാന വ്യവസ്ഥകൾ നടപ്പാക്കാതെ അടുത്തഘട്ട ചർച്ചകൾക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക് തയ്യാറല്ലെന്നും കാലിബാഫ് ആവർത്തിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിലാണ് അടുത്തിടെ ഇസ്ലാമാബാദ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.